ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആൻഡ് ഇൻവേർട്ടഡ് വി കർവ് ഓഫ് സിങ്ക്രണസ് മോട്ടറാണ്. നമ്മൾ ഇതുവരെയുള്ള വർക്ക് എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ വർക്കുകളായിരുന്നു ചെയ്തിരുന്നത്. ഇനി നമ്മൾ സിങ്ക്രണസ് മോട്ടോറിൻ്റെ വർക്കാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ സർക്യൂട്ട് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിങ്ക്രണസ് മോട്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സിങ്ക്രണസ് മോട്ടോർ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ്. നമ്മൾ 3 ഫേസ് സപ്ലൈ ആണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നതിനോടൊപ്പം നമുക്കിതിൻ്റെ പവർ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡ് പ്രകാരം നമ്മൾ പവർ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 വാട്ട് മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 2 ഫേസിന് ആണ്, നമ്മൾ 2 ഫേസിനും വാട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ലോഡ് കറൻറ്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട്. ലൈൻ വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം ഒരു സിങ്ക്രണസ് മോട്ടർ എപ്പോഴാണ് ഒരു സിങ്ക്രണസ് മെഷീൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ സിങ്ക്രണസ് സ്പീഡിൽ നമ്മുടെ മോട്ടർ കറങ്ങുമ്പോഴാണ്. സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ റേറ്റഡ് RPM 1500 ആണെന്നുണ്ടെങ്കിൽ ഈ 1500 RPM കറങ്ങുന്ന മോട്ടോറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിങ്ക്രണസ് മോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ജസ്റ്റ് ലൈക്ക് ഒരു സാധാ നമ്മുടെ SCIMൻ്റെ പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അത് എപ്പോഴാണ് സാധാ ഒരു നോർമൽ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പോലെ തന്നെ ആയിരിക്കും. അത് എപ്പോഴാണ് സിങ്ക്രണസ് മോട്ടർ ആവുന്നത്, അതിന് ഫീൽഡ് എക്സൈറ്റേഷൻ കൊടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിങ്ക്രണസ് മോട്ടറിൻ്റെ ഫീൽഡ് F1 ആൻഡ് F2. ആ ഫീൽഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു DC സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എക്സൈറ്റേഷൻ കറൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു DC അമ്മീറ്ററും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 അമ്മീറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു അമ്മീറ്റർ ലോഡ് കറൻറ്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അത് MI ടൈപ്പ് അമ്മീറ്റർ ആയിരിക്കും. പിന്നെ രണ്ടാമത് നമ്മളൊരു അമ്മീറ്റർ യൂസ് ചെയ്യുന്നത് ഒരു PMMC ടൈപ്പ് ആയിരിക്കും. അത് നമ്മളെന്താണ്, നമ്മുടെ സിങ്ക്രണസ് മോട്ടറിൻ്റെ കൊടുക്കുന്ന ഫീൽഡ് എക്സൈറ്റേഷൻ കറൻറ്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ 3 ഫേസ് സപ്ലൈ വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരു MI ടൈപ്പ് മീറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ 2 വാട്ട് മീറ്ററും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സിങ്ക്രണസ് മോട്ടോറിൻ്റെ റേറ്റിങ്ങിനനുസരിച്ചായിരിക്കും നമ്മൾ ആ വാട്ട് മീറ്ററും യൂസ് ചെയ്യുന്നത്. ഒരു UPF വാട്ട് മീറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ നമുക്ക് എങ്ങനെയാണ് കണക്ഷൻ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ R ഫേസിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, അമ്മീറ്ററിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അമ്മീറ്ററിൻ്റെ അടുത്ത എൻഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എമ്മിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വാട്ട് മീറ്ററിൻ്റെ മെയിൻ എന്ന് പറയുന്ന ടെർമിനലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി L എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന്, ഓക്കെ, ലൈൻ എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന് നമ്മുടെ സിങ്ക്രണസ് മോട്ടോറിൻ്റെ സ്റ്റേറ്ററിൻ്റെ ഒരു ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. R എന്ന് പറയുന്ന ടെർമിനലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു R ഫേസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് Y ഫേസ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. Y ഫേസും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു M എന്ന് പറയുന്ന ടെർമിനലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, Y ഫേസും നമ്മൾ M എന്ന് പറയുന്ന ടെർമിനലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. Lൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, B എന്ന് പറയുന്ന ടെർമിനലിലേക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സിങ്ക്രണസ് മോട്ടോറിൻ്റെ സ്റ്റേറ്ററിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വാട്ട് മീറ്ററിൻ്റെ 2 പ്രഷർ കോയിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. അതായത് കറൻറ്റ് കോയിൽ ഡയറക്റ്റ് സ്റ്റേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. ML എന്ന് പറയുന്ന 2 വാട്ട് മീറ്ററിൻ്റെയും കറൻറ്റ് കോയിൽ സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രഷർ കോയിലിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പ്രഷർ കോയിലിലേക്കുള്ള കണക്ഷൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എമ്മും സിയും ഷോർട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് എമ്മിൽ നിന്ന് വരുന്ന കണക്ഷൻ സിയിലേക്കും കൂടി ഷോർട്ടായിട്ടുണ്ട്. വി എന്ന് പറയുന്ന ടെർമിനൽ, അതായത് നമുക്ക് 500 എന്ന് പറയുന്ന ഒരു ടെർമിനൽ അതിലുണ്ടായിരിക്കും.
ആ ടെർമിനൽ ഡയറക്റ്റ് നമ്മൾ വൈ നമ്മുടെ വൈയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്, അതായത് സ്റ്റേറ്ററിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ വാട്ട് മീറ്ററിൻ്റെയും വി എന്ന് പറയുന്ന ടെർമിനൽ, അതായത് 500 വോൾട്ടിൻ്റെ ടെർമിനൽ വൈ എന്ന് പറയുന്ന സ്റ്റേറ്റർ ടെർമിനലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതായത് രണ്ട് വാട്ട് മീറ്ററിൻ്റെയും വോൾട്ടേജ് കോയിൽ, അതായത് വി എന്ന് പറയുന്ന ടെർമിനൽ നമ്മുടെ സിങ്ക്രണസ് മോട്ടോറിൻ്റെ വൈ എന്ന് പറയുന്ന സ്റ്റേറ്റർ ടെർമിനലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സിങ്ക്രണസ് മോട്ടോറിൻ്റെ F1 ആൻഡ് F2 എന്ന് പറയുന്ന ഫീൽഡ് ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പോസിറ്റീവ് സപ്ലൈ, നമ്മുടെ 220 വോൾട്ട് DC സപ്ലൈ ആണ് നമ്മളതിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു റിയോസ്റ്റാറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, F1ലേക്ക് കൊടുക്കും. അതായത് റിയോസ്റ്റാറ്റിൻ്റെ ഒരു എൻഡ് നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവിലേക്ക് കൊടുക്കും. നെഗറ്റീവിൽ നിന്ന് F1ലേക്ക് കൊടുത്തിട്ടുണ്ട്, F2വിൽ നിന്ന് നേരെ നമ്മുടെ നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, എക്സൈറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റിയോസ്റ്റാറ്റ് വഴി എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ കണക്ഷൻ്റെ സൈഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ തിയറി പാർട്ടൊന്ന് നോക്കാം. തിയറി: It is clear that if excitation is varied from very low to very high value, then current IA decreases, becomes minimum at unity power factor and then again increases. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു നമ്മുടെ സിങ്ക്രോണസ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ ഒരു ഇൻഡക്ഷൻ മോട്ടോർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ബിലോ സിങ്ക്രോണസ് സ്പീഡായിരിക്കും അതെന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. ഇപ്പോൾ 1500 നമ്മുടെ സിങ്ക്രണസ് സ്പീഡ് എന്നുണ്ടെങ്കിൽ ഒരു 1400 അങ്ങനെ ആ റേഞ്ച് ആയിരിക്കും. ബിലോ സിങ്ക്രണസ് സ്പീഡായിരിക്കും നമ്മുടെ മോട്ടോർ കറങ്ങുക. അത് സിങ്ക്രോണസ് മോട്ടോറാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളതിൻ്റെ എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും, എക്സൈറ്റേഷൻ കറൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ തിയറി പ്രകാരം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എക്സൈറ്റേഷൻ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ IA, അതായത് സ്റ്റേറ്ററിലേക്ക് പോകുന്ന IA കറൻറ്റ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ I എന്തായിരിക്കും, വെരി ലോ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണേ, എക്സൈറ്റേഷൻ കൂട്ടുകയാണ്. എക്സൈറ്റേഷൻ കൂട്ടുമ്പോൾ എന്തായിരിക്കും, അത് നമ്മുടെ കറൻറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരും. ഇനി യൂണിറ്റി പവർ ഫാക്ടർ ആകുമ്പോൾ എന്തായിരിക്കും, കറൻറ്റ് വളരെയധികം കുറവായിരിക്കും. ഇനി വീണ്ടും നമ്മൾ എക്സൈറ്റേഷൻ കൂട്ടുകയാണ്. ആ എക്സൈറ്റേഷൻ നമ്മുടെ ആർമേച്ചർ കറൻറ്റ് കുറഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ എക്സൈറ്റേഷൻ കൂട്ടുന്നതിനനുസരിച്ച് ആർമേച്ചർ കറൻറ്റ് എന്ത് ചെയ്യും, വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതായത് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ എന്തായിരിക്കും, എക്സൈറ്റേഷൻ 0 ആയിരിക്കും. ആ കണ്ടീഷനിൽ എന്താണ്, IA വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഇവിടെ ഒരു IL എന്ന് പറയുന്ന ഒരു അമ്മീറ്റർ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ആ അമ്മീറ്ററിൽ എന്തായിരിക്കും, വെരി ഹൈ കറൻ്റ് ആയിരിക്കും സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യും, എക്സൈറ്റേഷൻ കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ കറൻറ്റ് എന്ത് ചെയ്യും, കുറഞ്ഞ് വരും. ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കറൻറ്റ് വളരെയധികം കുറയും. ആ കറൻറ്റ് വളരെയധികം കുറയണ ഏറ്റവും മിനിമം ആവുന്ന കണ്ടീഷനിൽ എന്തായിരിക്കും, പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കും. നമ്മൾ വീണ്ടും എക്സൈറ്റേഷൻ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ കറൻറ്റിൻ്റെ വാല്യൂ വീണ്ടും മിനിമത്തിൽ നിന്ന് വീണ്ടും മാക്സിമത്തിലോട്ട് എത്തും. ഓക്കെ, അതാണ് നമ്മുടെ ഈ തിയറിയിൽ പറയുന്നത്. ഇപ്പോൾ എക്സൈറ്റേഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദ ഫീൽഡ് കറൻറ്റ് പാസിങ് ത്രൂ ദ ഫീൽഡ് വൈൻഡിങ് ഓഫ് സിങ്ക്രണസ് മോട്ടോർ. അതായത് നമ്മുടെ എക്സൈറ്റേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റിയോസ്റ്റാറ്റ് വേരി ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് ഗ്രാഫ് ഓഫ് ആർമേച്ചർ കറൻറ്റ് ഡ്രോൺ ബൈ ദ മോട്ടോർ അഗേൻസ്റ്റ് ഫീൽഡ് കറൻറ്റ് IF ഈസ് പ്ലോട്ടഡ്, ദെൻ ഇറ്റ്സ് ഷേപ്പ് ലുക്സ് ലൈക്ക് ആൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് V. അതായത് നമുക്ക് എക്സൈറ്റേഷൻ കറൻറ്റും നമ്മുടെ ആർമേച്ചർ കറൻറ്റും തമ്മിൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ എന്തിൻ്റെ ഷേപ്പായിരിക്കും, ഒരു V, ഇംഗ്ലീഷ് ആൽഫബറ്റ് V എന്ന് പറയുന്ന ആൽഫബറ്റിൻ്റെ ഷേപ്പിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ കർവിനെ V കർവ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ
പവർ ഫാക്ടർ വേഴ്സസ് ഫീൽഡ് കറൻറ്റ് ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഗ്രാഫിൻ്റെ ഷേപ്പ് ഒരു ഇൻവേർട്ടഡ് വി ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ തിയറി പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രൊസീജിയർ നോക്കാം. എങ്ങനെയാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ക്ലോസ് ദ TPST സ്വിച്ച്. അതായത് നമ്മുടെ TPST സ്വിച്ച് എന്തായിരിക്കണം? ക്ലോസ് ആയിരിക്കണം. എന്നാലുള്ളൂ നമ്മുടെ 3 ഫേസ് സപ്ലൈ ഓഫായി കിടക്കുള്ളൂ. സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ സപ്ലൈ ഓഫായി കിടക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബൈ അഡ്ജസ്റ്റിംഗ് ദ ഓട്ടോ ട്രാൻസ്ഫോമർ ഫ്രം ദ മിനിമം പൊസിഷൻ ടു ദ മാക്സിമം പൊസിഷൻ ദ റേറ്റഡ് സപ്ലൈ ഈസ് ഗിവൺ ടു മോട്ടോർ. ദ മോട്ടോർ സ്റ്റാർട്ട്സ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ. ഇപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ TPST സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ റേറ്റഡ് സപ്ലൈ നമ്മുടെ മെഷീനിൽ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ ഈ നോക്കുക, നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മളൊരു TPST സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ TPST സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ 3 ഫേസ് സപ്ലൈ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സിങ്ക്രണസ് മോട്ടോറിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അതാണ് അവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി എന്താ പറയുന്നത്? അപ്പോൾ എന്താണ് നമ്മുടെ ദ മോട്ടോർ സ്റ്റാർട്ട്സ് ആസ് എൻ ഇൻഡക്ഷൻ മോട്ടോർ. നമ്മൾ TPST സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ മോട്ടർ എന്ത് ചെയ്യും? ഒരു ഇൻഡക്ഷൻ മോട്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇൻ ഓർഡർ ടു ഗീവ് ദ എക്സൈറ്റേഷൻ ടു ദ ഫീൽഡ് ഫോർ മേക്കിംഗ് ഇറ്റ് ടു റൺ ആസ് സിങ്ക്രോണസ് മോട്ടർ. അപ്പോൾ സിങ്ക്രോണസ് മോട്ടറായിട്ട് റണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സിങ്ക്രോണസ് മോട്ടറിൻ്റെ ഫീൽഡിലേക്ക് എക്സൈറ്റേഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലോസ് ദ DPST സ്വിച്ച്. അതിനൊരു DPST സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. അതായത് നമ്മുടെ ഫീൽഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു DC സപ്ലൈ കൊടുക്കണം. ആ DC സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു DPST സ്വിച്ച് ക്ലോസ് ചെയ്യണം. അതായത് ഇവിടെയാണ് നമ്മുടെ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ DC സപ്ലൈ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു DPST സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ റിയോസ്റ്റാറ്റിക് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ആ DPST സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും? ഈ ഫീൽഡിലേക്ക് സപ്ലൈ പോവും. നമ്മുടെ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ എന്തായിരിക്കും? ഇത് ഈ റിയോസ്റ്റാറ്റ് മിനിമം പൊസിഷനിലായിരിക്കും. അപ്പോൾ ഫീൽഡ് കറൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അത്രയും കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ബൈ വാരിയിങ് ദ ഫീൽഡ് റിയോസ്റ്റാറ്റ് നോട്ട് ദ എക്സൈറ്റേഷൻ കറൻറ്റ്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഫീൽഡ് റിയോസ്റ്റാറ്റ് വാരി ചെയ്യാണ്. ആ വാരി ചെയ്യുമ്പോൾ ഉള്ള എക്സൈറ്റേഷൻ കറൻറ്റ് നമ്മൾ നോട്ട് ചെയ്യും. ആർമേച്ചർ കറൻറ്റ് ആൻഡ് ദ പവർ ഫാക്ടർ ഫോർ ദ വേരിയസ് വാല്യൂസ് ഓഫ് എക്സൈറ്റേഷൻ. അതേപോലെ നമ്മുടെ ആർമേച്ചർ കറൻറ്റും നമ്മൾ എന്ത് ചെയ്യും? നോട്ട് ചെയ്യും. കൂടാതെ നമ്മുടെ വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങും നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, അതായത് ഫീൽഡ് കറൻറ്റ് വേരി ചെയ്യുക. ആ ഫീൽഡ് കറൻറ്റ് വേരി ചെയ്യുമ്പോൾ ആർമേച്ചർ കറൻറ്റും നമ്മുടെ വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങും നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ദ സെയിം പ്രോസസ് ഹാസ് ടു ബി റിപ്പീറ്റഡ് ഫോർ ദ ലോഡഡ് കണ്ടീഷൻ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സിങ്ക്രോണസ് മോട്ടർ ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക? ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫും കാര്യങ്ങളൊക്കെ വരയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. സാമ്പിൾ ഗ്രാഫ് ഒന്ന് നോക്കാം. ഓക്കെ, സാമ്പിൾ ഗ്രാഫിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ടാബുലാർ കോളം ജസ്റ്റ് ഒന്ന് നോക്കാം. ടാബുലാർ കോളത്തിൽ എന്തൊക്കെ ഉണ്ട്? നമ്മുടെ വോൾട്ടേജ് ഒരു കോളുണ്ട്, പിന്നെ IAക്ക് ഒരു കോളുണ്ട്, ആർമേച്ചർ കറൻറ്റിന് ഒരു കോളുണ്ട്, പിന്നെ ഫീൽഡ് കറൻറ്റ് IFന് ഒരു കോളുണ്ട്, പിന്നെ നമുക്ക് വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങിന് W1 ആൻഡ് W2 രണ്ട് കോളുണ്ട്, പിന്നെ പവർ W1 + W2, പിന്നെ പവർ ഫാക്ടർ. അപ്പോൾ പവർ ഫാക്ടർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ W1 ആൻഡ് W2 മെഷർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. cos φ = എന്താണ്? cos ഓഫ് tan ഇൻവേഴ്സ് √3 × W1 - W2 ഡിവൈഡഡ് ബൈ W1 + W2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഓരോ ഫീൽഡ് കറൻറ്റിൻ്റെ ടൈമിനുള്ള പവർ ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഈ പവർ ഫാക്ടർ കൂടി മെഷർ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫീൽഡ് കറൻറ്റിലുള്ള IA നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് കറൻറ്റ് വേഴ്സസ് ഐ എന്ന് പറയുന്ന ഗ്രാഫ് നമുക്ക് വരയാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫീൽഡ് കറൻറ്റ് വേഴ്സസ് ഐ എന്ന് പറയുന്ന ഗ്രാഫ്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ ഫീൽഡ് കറൻറ്റ് എടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ ആർമേച്ചർ കറൻറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി ഫീൽഡ് കറൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. നമ്മുടെ സ്റ്റാർട്ടിങ് കറൻറ്റ് 0 ആകുമ്പോൾ നമ്മുടെ ആർമേച്ചർ കറൻറ്റ് ഇവിടെ എന്താണ് നോക്കുക, മാക്സിമം കണ്ടീഷനിൽ മാക്സിമത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർമേച്ചർ കറൻറ്റ് ഉള്ളത്. ഇനി നമ്മളിങ്ങനെ ഫീൽഡ് കറൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് ശ്രദ്ധിക്കാം, ഈ ആർമേച്ചർ കറൻറ്റ് എന്ത് ചെയ്യാണ്, കുറഞ്ഞാണ് വരുന്നത്. അറ്റ് എ പർട്ടിക്കുലർ മൊമെൻറ്റിൽ എന്താണ്, നമ്മുടെ ആർമേച്ചർ കറൻറ്റ് മിനിമം ആയി മാറുന്നുണ്ട്, ഐ എ മിനിമം. ആ കണ്ടീഷനിൽ എന്താണ്, യൂണിറ്റി പവർ ഫാക്ടറാണ് ഉള്ളത്. ഓക്കെ, യൂണിറ്റി പവർ ഫാക്ടറിലുള്ള മൊമെൻറ്റിലാണ് എന്ത്, ഐ എ മിനിമം ആയിട്ട് മാറിയിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ ടാബ്ലർ കോളം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഫീൽഡ് കറൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫീൽഡ് കറൻറ്റ് കൂട്ടിക്കൊണ്ടിരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഐ എ എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. അതായത് ഓവർ എക്സൈറ്റേഷൻ കണ്ടീഷനിലും അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷനിലും എന്താണ്, ആർമേച്ചർ കറൻറ്റ് മാക്സിമം ആണ്. യൂണിറ്റി പവർ ഫാക്ടറിൻ്റെ കണ്ടീഷനിൽ എന്തായിരിക്കും, ആർമേച്ചർ കറൻറ്റ് മിനിമം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു വി ഷേപ്പിലാവും നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ വി കർവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഗ്രാഫ് ഇൻവെർട്ടഡ് വി കർവ് എങ്ങനെയാണ് വരിക നോക്കാം. നമുക്ക് ഫീൽഡ് കറൻറ്റ് എക്സ് ആക്സിസിൽ നമ്മളെടുക്കും, പവർ ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യും, വൈ ആക്സിസിൽ എടുക്കും. അതായത് പവർ ഫാക്ടർ, ഓരോ ഫീൽഡ് കറൻറ്റിലുള്ള പവർ ഫാക്ടർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കയ്യിലുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പവർ ഫാക്ടർ നമ്മൾ വൈ ആക്സിസിൽ എടുക്കും. ഇനി നമ്മുടെ അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷനിൽ, അതായത് എക്സൈറ്റേഷൻ കറൻറ്റ് കുറവായിരിക്കുമ്പോൾ എന്താണ് ഇവിടെ, പവർ ഫാക്ടർ മിനിമമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഫീൽഡ് കറൻറ്റ് എക്സൈറ്റേഷൻ കൂട്ടി വരുമ്പോൾ എന്ത് ചെയ്യും, പവർ ഫാക്ടർ കൂടി വരുന്നുണ്ട്. അറ്റ് എ പർട്ടിക്കുലർ മൊമെൻറ്റിൽ എന്ത് ചെയ്യും, പവർ ഫാക്ടർ യൂണിറ്റി ആയി മാറുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ എക്സൈറ്റേഷൻ കൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പവർ ഫാക്ടർ കൂടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാഗിങ് പവർ ഫാക്ടറിൽ നമ്മുടെ ഫീൽഡ് കറൻറ്റ് മിനിമം ആയിരിക്കുന്ന കണ്ടീഷനിൽ, അതായത് അണ്ടർ എക്സൈറ്റഡ് ആയ കണ്ടീഷനിൽ എന്തായിരിക്കും, നമ്മുടെ പവർ ഫാക്ടർ ലാഗിങ് ആയിരിക്കും. അതുപോലെ ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ, നമ്മുടെ സിങ്ക്രണസ് മെഷീൻ ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ പവർ ഫാക്ടർ എന്തായിരിക്കും, നമ്മുടെ മാക്സിമം ആയിരിക്കും. നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ തിയറിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളെന്ത് ചെയ്യും, സിങ്ക്രണസ് മെഷീൻ ഓവർ എക്സൈറ്റഡ് കണ്ടീഷനിൽ നമുക്ക് ലീഡിങ് പവർ ഫാക്ടറാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുന്നത് ഈ ഒരു കർവ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ കർവിനെ പറയുന്ന പേരാണെന്ത്, ഇൻവെർട്ടഡ് വി കർവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 2 കർവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് വരയുന്നത്. ഈ എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് വരഞ്ഞു കഴിഞ്ഞ്, ഈ കർവ് വരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു അസംഷനിലാണ് നമുക്ക് എത്താൻ പറ്റുക. അതായത് അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷനിൽ ആർമേച്ചർ കറൻറ്റ് എന്തായിരിക്കും, മിനിമം ആയിരിക്കും. അതുപോലെ പവർ ഫാക്ടർ എന്തായിരിക്കും, ലാഗിങ് ആയിരിക്കും. അതുപോലെ ഓവർ എക്സൈറ്റഡ് കണ്ടീഷനിൽ എന്തായിരിക്കും, അപ്പോഴും ആർമേച്ചർ കറൻറ്റ് മാക്സിമം ആയിരിക്കും, പക്ഷേ പവർ ഫാക്ടർ എന്തായിരിക്കും, ലീഡിങ് ആയിരിക്കും. അതുപോലെ യൂണിറ്റി പവർ ഫാക്ടറിൽ എന്തായിരിക്കും, ആർമേച്ചർ കറൻറ്റ് എന്തായിരിക്കും, മിനിമം ആയിരിക്കും. ഇത്രയും കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യുക, റിസൾട്ടായിട്ട് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.